ശ്രീ സന്ദീപ് വാര്യർ, ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? നോക്കൂ, 8ാം തവണയും ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് സമൻസ് നൽകിയിരിക്കുന്നു. 9ാം തവണ സമൻസ് കൊടുത്തപ്പോഴാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 9ാം തവണയിൽ തന്നെയാണ് ഇപ്പോൾ കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഒന്ന്, അടുത്ത തവണ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തവണ കൂടി സമൻസ് കൊടുക്കുന്നു, തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ മകളെ ED ആഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെയൊക്കെ തന്നെയുമുള്ള ഒരു എന്താ പറയുക വാർത്താപരമായ പ്രാധാന്യം, ഇത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണോ BJP ലക്ഷ്യമിടുന്നത്? ഞാൻ അതിലേക്ക് വരാം. മുമ്പ് ശ്രീ ജിൻഡോ ജോണും അതുപോലെ തന്നെ അരുണും പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അരുണ് വളരെ വാചാലമായിട്ട് പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നേരെ കേസ് വന്നപ്പോഴും ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണ്ട, കോടിയേരിയുടെ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. കോടിയേരി മരിച്ചപ്പോൾ പാർട്ടി എങ്ങനെയാണ് പെരുമാറിയതെന്ന് കോടിയേരിയുടെ ബഹുമാന്യായിട്ടുള്ള ഭാര്യ തന്നെ പുറത്തു പറഞ്ഞു. അത് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ മനോരമയിൽ അവർ അഭിമുഖം കൊടുത്തതിൻ്റെ പേരിൽ അന്നേ ദിവസം തിരുവനന്തപുരത്തെ പ്രമാദമായിട്ടൊരു ക്ലബ്ബിൽ നിങ്ങൾ റെയ്ഡ് നടത്തി. അവരുടെ സഹോദരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. അതും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയിട്ടുള്ള അവരുടെ സഹോദരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കോടിയേരിയുടെ കുടുംബത്തെ വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇത് തലശ്ശേരിയിലെയും കണ്ണൂരിലെയും മുഴുവൻ CPM നേതാക്കന്മാർക്ക് അറിയാം. കോടിയേരിയുടെ കുടുംബത്തെ നിരന്തരമായി പിണറായി വിജയനും CPM വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ നിന്നിട്ടില്ല. ഇത് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് കോടിയേരിയുടെ മൃതദേഹം വിലാപയാത്രയായി പോകണമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പോലും നടത്തി കൊടുക്കാത്ത നിങ്ങൾ കോടിയേരിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ CPM-നകത്തുള്ള CPM-നെ സ്നേഹിക്കുന്ന കോടിയേരിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പുച്ഛിച്ചു തള്ളും അരുണിനെ. മനസ്സിലായല്ലോ? ഇനി അരുൺ പറഞ്ഞ കാര്യം, അരുൺ നേരത്തെ പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കൂ. എന്നിട്ട് അരുൺ പറയൂ, നിങ്ങൾ എന്ത് സേവനമാണ് ഈ കരിമണൽ കമ്പനിക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ കൊടുത്തിട്ടുള്ളത്? എന്ത് സേവനമാണ്? ആ സേവനം എന്താണെന്ന് അരുൺ കഴിഞ്ഞ 6 മാസമായി ചർച്ചയിൽ വന്നിട്ടും എവിടെയും പറഞ്ഞാൽ എനിക്കറിയില്ല. ചോദിക്കുമ്പോൾ മുഴുവൻ ബബ്ബബ്ബ അടിക്കുന്നതല്ലാതെ ചെയ്യുന്ന സേവനം എന്താണെന്ന് പറയുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യം, ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പ്രേക്ഷകരുടെ ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് ചെയ്തു കൊടുത്തിട്ടാണ് 1.25 കോടി രൂപ കിട്ടിയത്? ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടുള്ള വാർത്ത, 2 ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടുള്ള വാർത്തയിൽ പറയുന്നത് എന്താ? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വരുമാനം എന്നു മുതലാണ് വർദ്ധിക്കുന്നത്? 2014 തുടങ്ങിയ കമ്പനിയാണ്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം 128% വർധനവുണ്ടാവുകയാണ് അവരുടെ വരുമാനത്തിൽ. മാത്രമല്ല, ഒരു സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നതിൽ അധികം 60% ചെലവ് ശമ്പളത്തിനായി കൊടുക്കുന്നു. ഒരു സെക്കൻഡ്, ഞാനത് വേണമെങ്കിൽ കണക്കെടുത്ത് വായിക്കണം. 128% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഈ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന EDയും SFIയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ? ഞാൻ അതിലേക്ക് വരാം. നികേഷ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുള്ളത് കേവലം CMR നിന്ന് മാത്രമൊന്നുമല്ല. ഈ കോഴിക്കോട് ഭാഗത്തുള്ള 2 ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്, മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് പണം നൽകിയതാണെന്ന് CMR-ലെ ഭാരവാഹികൾ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ കൊണ്ടുപോയി അവർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസും പൊല്ലാപ്പും ഒക്കെ വന്നിട്ടുള്ളത്. ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ നിന്നുണ്ടായിട്ടുള്ള കേസാണ്. അല്ല, അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ ഭാഗമായി ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ അവരുടെ ഫൈനൽ വെർഡിക്റ്റിൽ തന്നെ വന്നിട്ടുള്ള വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ആ പൊല്ലാപ്പ് ഉണ്ടായതിന്റെ ഉത്തരവാദി എങ്ങനെയാണ് ഞങ്ങളാവുന്നത്? ഇനി ഒരു കാര്യം, നികേഷ് ചോദിച്ച കാര്യം, CMR-നെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് എന്തിനാത്ര പൊറുതികേട്? CMR-ൽ നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടുകൾ പരിശോധിക്കേണ്ട എന്ന അഭിപ്രായം അരുൺകുമാറിനുണ്ടോ? അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ, യശസ്വീരനായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ, PK കുഞ്ഞാലിക്കുട്ടിക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കട്ടെന്നേ. ഇപ്പൊ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഇവിടെ ഈ അന്വേഷണം തടയണമെന്ന് ആഗ്രഹിക്കുന്ന വാസ്തവത്തിൽ കോൺഗ്രസും CPM-ഉമാണ്. ഇവിടെ നോക്കൂ, ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നാളെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോയി പിണറായി വിജയന് വേണ്ടി സത്യാഗ്രഹം ഇരിക്കില്ല എന്ന് പറയാൻ ജിൻഡോ ജോണിന് സാധിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു നിലപാട്, ഡൽഹിയിൽ പോയാൽ മറ്റൊരു നിലപാടാണ്. Debate with MV Nikesh Kumar.